വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതക കേസിന്റെ തെളിവെടുപ്പിനിടെ സങ്കടകരമായൊരു കൂടിക്കാഴ്ച. പ്രതി അഫാൻ ചുറ്റിക വാങ്ങിയ കടയരികിൽ വേദനയോടെ മകനെ നോക്കി നിൽക്കുന്ന പിതാവ്. തെളിവെടുപ്പിനിടെ അബ്ദുൾ റഹീം വഴിയരികിൽ നിന്ന് പോലീസ് ജീപ്പിലേക്ക് നോക്കിയെങ്കിലും മകനോട് സംസാരിക്കാൻ തയ്യാറായില്ല. അഫാനുമായുള്ള മൂന്നാം ഘട്ട തെളിവെടുപ്പിനിടെയായിരുന്നു ഹൃദയഭേദകമായ ആ കാഴ്ച. സഹോദരൻ അഫ്സാന്റെയും കാമുകി ഫർസാനയുടെയും കൊലപാതകത്തിൽ പേരുമലയിലെ വീടടക്കം 7 ഇടങ്ങളിൽ പോലീസ് അഫാനുമായി തെളിവെടുപ്പ് നടത്തി. കസ്റ്റഡി കാലാവധി പൂർത്തിയായതോടെ പ്രതിയെ നാളെ ഉച്ചയോടെ കോടതിയിൽ ഹാജരാക്കും. പാങ്ങോട്, കിളിമാനൂർ, വെഞ്ഞാറമൂട് സ്റ്റേഷനുകളിലായാണ് കൂട്ടക്കൊലപാതകത്തിലെ 3 കേസുകൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. സഹോദരൻ അഹ്സാന്റെയും സുഹൃത്ത് ഫർസാനയുടെയും കൊലപാതകങ്ങളിലെ തെളിവെടുപ്പാണ് ഇന്ന് നടന്നത്. രാവിലെ 9:30 പ്രതിയെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് കൊലപാതകം നടന്ന പേരുമലയിലെ വീട്ടിലേക്ക് എത്തിച്ചു. ലത്തീഫിനെയും സാജിദയെയും കൊന്നതിന് ശേഷം വീട്ടിൽ മടങ്ങിയെത്തിയാണ് അഫാൻ അഫ്സാനെയും ഫർസാനെയും അടിച്ചു വീഴ്ത്തിയത്. വീട്ടിലേക്ക് കയറിയ വിധവും കൊലപാതക രീതിയും വീണ്ടും പ്രതി പോലീസിന് മുന്നിൽ വിശദീകരിച്ചു. സ്വർണം പണയം വെച്ച ധനകാര്യ സ്ഥാപനത്തിലും എലിവിഷം വാങ്ങിയ കടയിലും തെളിവെടുപ്പ് നടത്തി. പെപ്സി, മുളകുപൊടി, ചുറ്റിക, ബാഗ് എന്നിവ വാങ്ങിയ കടകളിലും പോലീസ് ഒരിക്കൽ കൂടി പ്രതിയെ എത്തിച്ചു. ഫർസാനയെ ബൈക്കിൽ കൂടെ കൂട്ടിയ വഴിയിൽ തെളിവെടുത്ത ശേഷം പ്രതിയെ തിരികെ പോലീസ് സ്റ്റേഷനിലെത്തിച്ചു. 3 കേസുകളിലെയും തെളിവെടുപ്പ് പൂർത്തിയായതിനാൽ വേഗത്തിൽ കുറ്റപത്രം തയ്യാറാക്കി സമർപ്പിക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. മാതാവ് ഷെമി പഴയ മൊഴിയിൽ ഉറച്ചു നിൽക്കുന്നത് കേസിനെ ബാധിക്കില്ലെന്നും പോലീസ് വിലയിരുത്തുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം.